ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. DFM യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് അനിൽ മണപ്പുറം. ഏറ്റവും സുപരിചിതമായ ഒരു വചനഭാഗമാണ് ജെറമിയ 29:11. നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി, നിനക്ക് ഐശ്വര്യവും ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും, എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അറിയിച്ചു. ഈ ഒരു വചനം എന്റെ ജീവിതത്തിൽ അന്വർത്ഥമായതാണ്. എന്റെ ജീവിത സാക്ഷി. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച ഞാൻ കുട്ടിക്കാലം മുതലേ റേഡിയോയിലൂടെ ഞാൻ സുവിശേഷം കേട്ട് ശീലിച്ചു. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചെങ്കിലും ആ ജീവിത രീതിയിലൂടെ മുന്നോട്ട് പോകുമ്പോഴൊക്കെ യേശു എന്ന നാമം അറിയാതെ എന്റെ ഉള്ളിൽ വന്നു. യേശുവാണ് ഏക ദൈവം, സത്യദൈവം എന്നുള്ള അറിവ് എനിക്കില്ല. ക്രിസ്ത്യാനികളുടെ ദൈവം നമുക്ക് വിശ്വസിക്കും. ആ രീതിയിലാണ് ഞാൻ കുട്ടിക്കാലം മുതലേ യേശുവിനെ വിശ്വസിക്കാൻ തുടങ്ങി, ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ശ്രവിക്കാൻ തുടങ്ങി. ഏതാണ്ട് 25 വയസ്സ് വരെ ആ രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയി. 25-ാമത്തെ വയസ്സിലാണ് ജീവിതത്തിൽ ഒരു പ്രതികൂലമായ ഒരു അവസ്ഥ കടന്നു. എന്റെ ജീവിതത്തിലെ മൊത്തത്തിൽ വഴിമുട്ടിയൊരവസ്ഥ, മൊത്തം ഒരു ഭയം എന്റെ ഉള്ളിലേക്ക് കടന്നു. ഈ ഭയത്തെ മാറ്റാൻ വേണ്ടി ഞാൻ അവോളം ശ്രമിച്ചു. പല ഡോക്ടർമാരെ മാറി കണ്ടു. ആർക്കും എന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഈ സമയത്താണ് ഞാൻ ദൈവത്തിലേക്ക് തിരിയുക. ഞാൻ വിശ്വസിച്ച ആ രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നു. എന്നാൽ സത്യദൈവം ആരാണ്, എവിടെയാണെന്നൊരു അന്വേഷണം എന്റെ ഹൃദയത്തിലുണ്ടായി. എന്നാൽ ആ അന്വേഷണത്തിന് ഈ വചനം പോലെ കർത്താവ് തന്നെ എനിക്കൊരു അവസരം ഒരുക്കിത്തുന്നു. എന്താണ് ആ വചനം? നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച ഈ വചനം എന്റെ ജീവിതത്തിൽ അന്വർത്ഥമാണ്. ഞാൻ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി. ആ ദൈവം അത് തിരിച്ചറിഞ്ഞു. ആ ദൈവം എന്റെ ജീവിതത്തിലേക്ക് വന്ന വഴി ഇങ്ങനെയാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ കുറിച്ചുള്ള ഒരു അറിവ് ആ കാലത്ത് എനിക്ക് 95 ഒരു വചനോത്സവത്തിലൂടെയാണ് ഞാൻ ഡിവൈനെ കുറിച്ച് അറിയുന്നത്. എന്നാൽ ഡിവൈനിൽ വന്ന് ധ്യാനിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പെട്ടെന്ന് ഞാൻ ഒരുങ്ങിയതൊന്നുമില്ല. എന്നാൽ എന്റെ അയൽവക്കത്ത് ഒരു വേലായുധൻ ചേട്ടൻ തെങ്ങിൽ നിന്ന് വീണ് കിടപ്പില്ല. ഈ വ്യക്തിയുടെ കാല് ഒടിഞ്ഞ് ഓപ്പറേഷൻ ചെയ്തു. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്തു. അദ്ദേഹത്തിനെ വീട്ടിലാക്കി. 8 മാസം കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് ഡോക്ടർ വിധി എഴുതി. 8 മാസം കഴിഞ്ഞ് വീണ്ടും മെഡിക്കൽ ചെക്കപ്പിന് ചെന്നപ്പോൾ ഈ അസ്ഥി ജോയിന്റ് ആയിട്ട് അത് വീണ്ടും അതുപോലെ വിട്ടുകിടക്കുക. ഈ ഒരു സാഹചര്യത്തിൽ ഡോക്ടർ വീണ്ടും പറഞ്ഞത് ഇനിയും ഓപ്പറേഷൻ വേണം. ഈ സമയത്താണ് ഈ വചനോത്സവം, ഡിവൈൻ ധ്യാന വചനോത്സവം എന്റെ കൈ കിട്ടുന്നത്. ഈ വചനോത്സവം എന്നെക്കാൾ ഉപരി ഈ വേലാതൻ ചേട്ടനാണ് കൂടുതൽ വിശ്വാസമായി. ഇതിലെ പല അത്ഭുതങ്ങളും വായിച്ചു നോക്കി അദ്ദേഹം പറയാണ്, എനിക്ക് ഈ ഡിവൈനിൽ നിന്ന് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ടുപോകാൻ ആളില്ല. എന്നാൽ മാനസികമായ വിഭ്രാന്തിയിലൂടെ ഓടി നടക്കുന്ന ഞാൻ ഇദ്ദേഹത്തിന്റെ ഈ വാക്ക് കേട്ടു. എനിക്ക് മനസ്സലിവ് തോന്നി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ചേട്ടാ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡിവൈനിലേക്ക് കൂടെ പോയി. അപ്പൊ ഞാൻ പോകുന്നത് എനിക്ക് വേണ്ടിയല്ല, ഈ ചേട്ടന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അങ്ങനെ 1995 ഒരു ഫെബ്രുവരി മാസം എന്റെ വീടിന്റെ അടുത്തേക്ക് ഒരു ഓട്ടോ കൊണ്ടുവന്നു. കക്ഷത്ത് 2 വടിയും വെച്ച് ഈ ചേട്ടനെ ഞാൻ ഓട്ടോറിക്ഷയിൽ കയറ്റി. ഡിവൈനിൽ ധ്യാനം കൂടി വന്ന എന്റെ കുടുംബത്തിലെ ആദ്യത്തെ വ്യക്തി എന്റെ അച്ഛന്റെ അമ്മയാണ്. അച്ഛമ്മ ഒരു വാക്ക് പറയാണ്, വേലായുധ, നീ തിരിച്ചു വരുമ്പോൾ നിന്റെ കയ്യിൽ വടി കാണും, നീ നടന്നിട്ട് വേണം. സത്യത്തിൽ ഈ വാക്ക് എനിക്കിട്ട് പോകും. കാരണം ഞാൻ ഡിവൈനിലേക്ക് പോകുന്നേ ഉള്ളൂ. അവിടുത്തെ ഒരു അത്ഭുതം എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഈ ഓട്ടോയിൽ ഇരുന്ന് ഞാൻ ആദ്യത്തെ പ്രാർത്ഥന നടത്തി, കർത്താവേ, ഈ ചേട്ടന് ഒരു സൗഖ്യം കൊടുക്കണം. ഞാൻ എന്നെ മറന്നു, എന്റെ പ്രശ്നങ്ങൾ ഞാൻ മറന്നു. അങ്ങനെ മലപ്പുറത്ത് KSRTC ബസ്സിൽ അദ്ദേഹത്തെ എടുത്തു കയറ്റി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എത്തി. ധ്യാനത്തിൽ പ്രവേശിച്ചു. ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ വേണ്ടി വന്ന എന്നെ പ്രേക്ഷിതര് പറഞ്ഞു, ചേട്ടാ, ഇയാളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, ചേട്ടൻ അവിടെ പോയിരുന്ന ധ്യാനം കൂടുന്നു. പക്ഷെ എന്റെ ഹൃദയം കിടക്കുന്ന ഇവിടെയും എന്റെ ശരീരം അവിടെയാണ്. അങ്ങനെ ഡിവൈനിൽ പറയുന്ന ഒരു വചനങ്ങളോ പാട്ടുകളോ സ്തുതികളോ ഒന്നും എന്നെ യേശുന്നില്ല. എന്റെ ഹൃദയം കിടക്കുന്ന വേലാൻ ചേട്ടന്റെ അടുത്താണ്. ഓരോ സമയത്തും ഓടി വരും, ചേട്ടന് വല്ല മാറ്റമുണ്ടോ? മാറ്റമുണ്ട്, ഇത് മാത്രമാണ് എന്റെ ചൂട്. എന്നാൽ വ്യാഴാഴ്ച ദിവസം എത്തി. എന്റെ ബുദ്ധിക്ക് അതീതമായ ഒരു പ്രവൃത്തി കർത്താവ് വന്ന് ചെയ്യുകയാണ്. കാരണം ഞാൻ ഉരുകി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എന്നെ മറന്നുകൊണ്ട് ആ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് രോഗികളെ വാർഡിൽ നിന്ന് അതിശക്തമായൊരു കരഘോഷം കേട്ടു. അതുവരെ ഇല്ലാത്തൊരു കരഘോഷം രോഗികളെ വാർഡെന്ന് കേട്ടപ്പോ എന്താണെന്ന് അറിയാൻ വേണ്ടി ജനങ്ങളെല്ലാം ഓടി പോയ സമയത്ത് ഞാനൊന്ന് പോയി നോക്കി, എന്താണെന്ന് അറിയാലോ. ചെന്നപ്പോൾ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുപോയ ഈ വേലായുധൻ ചേട്ടൻ കക്ഷത്ത് വെച്ച വടി
നേരെ മുകളിൽ ഉയർത്തിപ്പിടിച്ച് വരാന്തയിലൂടെ നല്ല നടത്തമാണ്. ഇത് കണ്ടതോടുകൂടി ഞാനൊരു വിളി വിളിച്ചിട്ടുണ്ട്, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എനിക്ക് മതിയായി. കാരണം ഇങ്ങനൊരു അത്ഭുതം നടക്കുമെന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിച്ചാൽ ചിന്തിച്ചിട്ട് പോലുമില്ല. അത് എന്തെങ്കിലും ഒരു മാറ്റം, ഒരു സമാധാനം ആ വ്യക്തിക്ക് കിട്ടുമായിരിക്കും എന്ന രീതിയിലാണ് ഞാൻ വന്നത്. എന്നാൽ തിരിച്ചു പോകുമ്പോൾ വേലായുധൻ ചേട്ടന്റെ കയ്യിലെ വടി എന്റെ കയ്യിലായി. എന്റെ അച്ഛമ്മ പറഞ്ഞ വാക്ക് അന്വർത്ഥമായി, വേലായുധ, നീ തിരിച്ചു വരുമ്പോൾ നിന്റെ കയ്യിൽ വടി കാണാൻ. അത് ആ വടി എന്റെ കയ്യിലായി. കർത്താവിന്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ അനുഭവിച്ചറിയാനും രുചിച്ചറിയാനും എനിക്ക് കിട്ടിയ ഏകൊരു അവസരമാണ്. എന്നാൽ ഈ ഒരു അത്ഭുതം കണ്ടുകൊണ്ടല്ല ഞാൻ യേശുവിനെ വിശ്വസിച്ചത്. കാരണം ഞാൻ ഒരു നീതിമാനായ മനുഷ്യനായി, പാപത്തിന്റെ ഒരു കണിക പോലും എന്നിലില്ല എന്നാണ് ഡിവൈനിൽ എത്തുന്നവരെ ഞാൻ വിശ്വസിച്ചത്. എന്നാൽ വ്യാഴാഴ്ച ദിവസം ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോഴാണ് ഞാൻ എന്നെ കണ്ടത്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ എന്നെ തിരിച്ചറിഞ്ഞു. ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, ഇവിടെ ഇരിക്കുന്ന 7000 പേരിൽ ഏറ്റവും വലിയ പാപി ഞാനാണ് എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞു. അനുതാപ കണ്ണുനീര് എത്ര മണിക്കൂർ ഒഴുകിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സമയം മുതലാണ് ക്രിസ്തു എന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത്. എന്നെ അറിഞ്ഞ ഒരു ദൈവത്തെ ഞാൻ കണ്ടെത്തിയ നിമിഷം അതായത് ഞാൻ നീതിമാനാണെന്ന എന്റെ ജീവിതത്തിലേക്ക് വന്ന എന്റെ ജീവിതത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് മുഴുവനും യേശുവിന്റെ കരങ്ങളിലാണെന്ന സത്യം എനിക്ക് മനസ്സിലായി. കർത്താവിന്റെ പ്രിയപ്പെട്ടവരെ, വർഷം 28 പിന്നിട്ടു. ആ വേലായുധൻ ചേട്ടന്റെ കാല് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ആരോഗ്യത്തോടു കൂടി ഇന്നും നടക്കുന്നു. ഞാൻ കർത്താവിന്റെ ഒരു ശുശ്രൂഷകനായിട്ട് എന്റെ ജീവിതം ഞാൻ സമർപ്പിച്ചു. ഇതാണ് യേശുവിനെ കണ്ടെത്തിയ എന്റെ ജീവിതത്തിൽ ആദ്യ അനുഭവം. ആ വചനം ഒന്നുകൂടി ഓർക്കാം, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും, എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അറിയിച്ചു.